ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. SSC CGL 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ജൂൺ 22 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോ ഈ ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഓഗസ്റ്റ് ടു സെപ്റ്റംബർ. ആ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഒരു എക്സാം വരാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. ജൂൺ 22 മുന്നേ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത് ഒരിക്കലും അപ്ലിക്കേഷൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ SSC ഏതൊരു എക്സാം ആണെങ്കിലും SSC CGL ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആണെങ്കിലും ധൈര്യമായിട്ട് CC കൂടുക. CC നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് സ്റ്റോറിലും അതേപോലെ ഗൂഗിൾ പ്ലേയിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. CC ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ഡെയിലി കറന്റ് അഫയേഴ്സ്, അതേപോലെ PYQs, മോക്ക് ടെസ്റ്റുകൾ ഇവയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂൺ 22 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു അടുത്ത എക്സാം ഡേറ്റ് എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എല്ലാവിധ നോട്ടിഫിക്കേഷൻസും അറിയാനായിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ഇത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ QR കോഡാണ്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിട്ട് എല്ലാ അപ്ഡേഷൻസും അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ SSC എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോട്ട് ടോപ്പിക്സ് ഫോർ SSC CGL 2026. അപ്പൊ SSC CGL എക്സാം എഴുതുന്നവരാണെങ്കിൽ അതിന്റെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ഏതൊക്കെയാണ് മെയിൻ ടോപ്പിക്സ് എന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. ടയർ 1 എക്സാമിന്റെ മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ സബ്ജക്ട് വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ടോട്ടൽ ജനറൽ ഇംഗ്ലീഷ്. ഇത്രയാണ് സബ്ജക്ട് വരുന്നത് അല്ലെ. അപ്പൊ ഈ എല്ലാ സബ്ജക്റ്റും കൂടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 100 ആണ്. ഈ 100 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വീതമാണ്. അങ്ങനെ ടോട്ടൽ മാർക്ക് വരുന്നത് 200 മാർക്കാണ്. അപ്പൊ ഈ ടോപ്പിക്സ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് 100 ആണ്, 200 മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ഇനി ഓരോ ടോപ്പിക്സിലും എത്ര ക്വസ്റ്റ്യൻസും എത്ര മാർക്ക് വീതമാണെന്ന് നോക്കാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന ഭാഗത്തു നിന്നും 25 ക്വസ്റ്റ്യൻസും 50 മാർക്കുമാണ് വരുന്നത്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക് ഉണ്ടായിരിക്കും. ജനറൽ അവയർനെസ്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ആണ് 50 മാർക്ക്. അതേപോലെ ഇംഗ്ലീഷിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അപ്പൊ ഇങ്ങനെയാണ് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓവറോൾ ടോപ്പിക്സ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ഇനി ഓരോ ടോപ്പിക്സിലും ഉൾപ്പെടുന്ന സബ് ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സബ് ടോപ്പിക്കുകളിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം, എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ടോപ്പിക്സ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എടുക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന പോർഷനിൽ നിന്നും 4 to 6 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് വരാം. 4 മുതൽ 6 മാർക്ക് വരെയുള്ള അത്രയും മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി അനലോഗി ആണെങ്കിൽ 4 to 6 മാർക്ക് തന്നെയാണ്. അനലോഗിയിൽ നിന്നും 4 to 6 മാർക്ക് പ്രതീക്ഷിക്കാം. ഇനി കോഡിംഗ് ഡീകോഡിംഗ് ആണെങ്കിൽ 4 മാർക്ക് ചോദിക്കുന്നതായിരിക്കും. കോഡിംഗ് ഡീകോഡിംഗ് 4 മാർക്കാണ്. പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് 4 to 6 മാർക്കാണ് ചോദിക്കാറുള്ളത്. ഇനി സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ 4 to 6 മാർക്കാണ്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ. ഇനി നോൺ വെർബൽ റീസണിംഗ് ആണെങ്കിലും 4 to 6 മാർക്കാണ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇത്രയാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ. അത്രയും മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അല്ലെ, മാത്തമെറ്റിക്സ് ആണ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എക്സാമിന്. ഇപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന ഭാഗത്തു നിന്നും 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാം. പെർസെന്റേജ് ആൻഡ് റേഷ്യോ പ്രപ്പോർഷനിൽ നിന്നും 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് 3 മാർക്സ് ആണ്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് 2 മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന പോർഷനിൽ നിന്നും. ഇനി ഓൾജിബ്ര ആൻഡ് ട്രിഗ്നോമെട്രി വളരെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് അല്ലെ. 3 to 4 മാർക്സിന് ക്വസ്റ്റ്യൻ വരാം. ഓൾജിബ്ര ആൻഡ് ട്രിഗ്നോമെട്രി. ഇനി ജിയോമെട്രി ആൻഡ് മെൻസുറേഷൻ 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 4 മാർക്കിന്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ടോപ്പിക്സും നമ്മൾ അത്യാവശ്യം ഊന്നൽ നൽകി പഠിച്ചിരിക്കണം. അപ്പോ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസും ജനറൽ അവയർനെസ്സിലെ പോർഷൻസും എത്ര മാർക്ക് വീതം വരും എന്നുള്ളത് നോക്കാം. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ 6 to 7 മാർക്ക് വരെ ചോദിക്കാം കറണ്ട് അഫയേഴ്സിൽ നിന്നും.
ഇനി ഹിസ്റ്ററി, ആൻഷ്യൻ, മെഡീവൽ, മോഡേൺ, ഇങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് ഹിസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ നിന്നും ടോട്ടൽ 3 മാർക്ക് വരെ ചോദിക്കാം. ജോഗ്രഫി ആണെങ്കിൽ 3 മാർക്സ് ആണ്. ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ 2 മാർക്സ് ആണ്. എക്കണോമിക്സ് 2 to 3 മാർക്സ് വരെ ചോദിക്കാം. സ്റ്റാറ്റിക് GK 6 മാർക്കാണ്. സ്റ്റാറ്റിക് GK നിന്നും 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി 2 മാർക്സിന് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഈ ഒരു ജോഗ്രഫി അതേപോലെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടെ 3 മാർക്സ് എന്നുള്ളത് 3 to 4 മാർക്സ് അല്ലെങ്കിൽ 2 to 4 മാർക്സിന് വരെ ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഹിസ്റ്ററി അതേപോലെ ജോഗ്രഫി 2 to 4 മാർക്സിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആണ്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷനിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഗ്രാമറിൽ നിന്നും എറർ സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഗ്രാമർ എറർ സെന്റൻസ് ഇംപ്രൂവ്മെന്റിൽ നിന്നും 5 to 6 മാർക്ക് വരെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇനി വൊക്കാബുലറി, സിനോണിംസ്, ആന്റോണിംസിൽ നിന്നൊക്കെ 5 മാർക്ക് അല്ലെങ്കിൽ 5 to 6 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റീഡിംഗ് കോംപ്രഹെൻഷൻ 4 to 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിന്നും ചോദിക്കാറുണ്ട്. അതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വെച്ചിട്ട് 3 to 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സെന്റൻസ് റീ അറേഞ്ച്മെന്റ് ആണെങ്കിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതാണ് ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോംപ്രഹെൻഷനിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസും മാർക്കുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും മെയിൻ സിലബസ് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കാണ്. അതിന്റെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഇത്രയൊക്കെ മാർക്സിന് ഈ ഓരോ പോർഷനിൽ നിന്ന് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മളിവിടെ, ഹോട്ട് ടോപ്പിക്കുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. അപ്പൊ അത്രയും മാർക്ക് റേഞ്ച് ഇതിന് വരുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ടോപ്പിക്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഈ ഒരു CGL എക്സാംസിന് അപ്ലൈ ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ 12,256 ഒഴിവുകളിലേക്കാണ്, അതിലും കൂടുതൽ ഒഴിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഒഴിവുകളിലേക്കാണ് എക്സാം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഒഴിവുകളുടെ എക്സാം ആണ്. അപ്പൊ നല്ലോണം കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ CGLന്റെ SSC CGL ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. PDF നോട്ട്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. വീക്ക്ലി റിവിഷൻസും എക്സാംസും പ്രൊവൈഡ് ചെയ്തതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയ ഒരു ബാച്ച് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ 100% നമുക്ക് ഒരുമിച്ച് കൂടെ നിന്ന് എക്സാം റിസൾട്ടിലേക്ക് ഉറപ്പിക്കാം. എക്സാം ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിലാണ് എക്സാം വരാൻ പോകുന്നത്. അപ്പൊ നല്ലോണം പഠിച്ചു തുടങ്ങാം, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ CCയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9249089284 എന്നീ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം.